ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് ശബരിമലയ്ക്ക് പോവാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ മെയ് 17 ഞായറാഴ്ച ആണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത്. മലയാളമാസം നട തുറക്കുന്നത് 15-ാം തീയതിയാണ്. 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ 15-ാം തീയതി രാവിലെ 6 മണിക്കാണ് നമ്മൾ കിട്ടുന്നറ തുടങ്ങുന്നത്. 5-5:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിച്ചു ശരണം വിളിച്ച് ഇറങ്ങാൻ നോക്കുകയാണ്. സ്വാമിയേ ശരണയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പ അയ്യപ്പ സുതനേ ശരണയ്യപ്പ ഉന്നമ്പലവാസനേ ശരണയ്യപ്പ ശബരിഗിരിനാഥനേ ശരണയ്യപ്പ ഇല്ലാളി വീരനേ ശരണയ്യപ്പ മൂടോഗനാഥനേ ശരണയ്യപ്പ അന്നദാന പ്രിയനേ ശരണയ്യപ്പ അന്നദാന പ്രഭുവേ ശരണയ്യപ്പ ശരണയ്യപ്പ സ്വരൂപനേ ശരണയ്യപ്പ കലിയുഗ വരദനേ ശരണയ്യപ്പ. അങ്ങനെ സ്വാമിക്ക് വിളക്കത്തിക്കലും ശരണം വിളിക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ വന്നിട്ട് വിളക്കും കിണ്ടിയും പറയൊക്കെ വെച്ചിട്ട് ഈ ശബരിമലയ്ക്ക് പോകുന്ന പോലെ അരിയിട്ട് അനുഗ്രഹിച്ചിട്ടാണ് വിടുക. വീട്ടിലെ മുതിർന്ന ആളാണ് ചെയ്യുക. അപ്പോൾ അച്ഛനേക്കാളും മുതിർന്നവരില്ലാത്തതുകൊണ്ട് അച്ഛമ്മേനെ അച്ഛൻ്റെ ഫോട്ടോ നോക്കി പ്രാർത്ഥിച്ചു. അമ്മ പിന്നെ എല്ലാവർക്കും അരിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചക്കിക്കും ആദിക്കും ഇട്ടു. അങ്ങനെ ഇവർ അമ്മേൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ തിരിഞ്ഞ് നോക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അമ്മ അനുഗ്രഹിച്ചതിന് ശേഷം അച്ഛമ്മനെ അച്ഛനെ നോക്കി പ്രാർത്ഥിച്ച് അനുവാദമൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മളൊരു 5:45 കായപ്പോഴാണ് ഇറങ്ങിയത്. 6 മണിയാകുമ്പോൾ അമ്പലത്തിലെത്തണം. ഒളവണ്ണ പാലകുറുമ്പ ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ കെട്ടിറക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിന് ഈ ബാഗിൻ്റെ ആവശ്യമൊന്നുമില്ല. കുഞ്ഞൊരു സാധനങ്ങളൊക്കെ പപ്പയും മാമാരും എടുക്കും. പിന്നെ എല്ലാവരും ഇടുന്നത് കൊണ്ട് ഓരോ ഇട്ടുന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാ സായിമാരും എത്തി. പിന്നെ നെയ്ത്തേങ്ങ നിറയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയ്ക്ക് തോളിടണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടുന്നുണ്ട്. പിന്നെ കെട്ടി നിറയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും കുഞ്ഞുട്ടന് ദക്ഷിണ കൊടുക്കുന്നു, അനുഗ്രഹം കൊടുക്കുന്നു. അങ്ങനെ അതിൻ്റെ ഒരു മത്സരമാണ് ഈ കാണുന്നത്. ആദ്യമായിട്ട് പോകുമ്പോൾ എന്താവുന്ന ചടങ്ങാണ്. എല്ലാവരും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹിച്ചൊക്കെ വിടുന്നുണ്ട്. പിന്നെ നമ്മൾ കിട്ടുന്നതിൻ്റെ സാധനങ്ങൾ പൊതുവേ നമ്മൾ കിട്ടി നിറയ്ക്കുമ്പോൾ തലേ ദിവസമാണ് ഈ കുട്ടി സഞ്ചിയിൽ സാധനങ്ങളൊക്കെ നിറച്ച് വെക്കുക. പക്ഷെ ഇത് റെഡിമെയ്ഡായിട്ട് തന്നെ നമ്മൾ മറ്റേ മരുന്ന് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കവറിനകത്തായിരുന്നു സാധനങ്ങളൊക്കെ സെറ്റാക്കി വാങ്ങിച്ചത്. കുറച്ച് സായിമാരല്ലേ ഉള്ളൂ, പിന്നെ സീസണും അല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് സ്വാമി കർപ്പൂരം കത്തിച്ച് അയ്യപ്പ സ്വാമീനെ ഒഴിഞ്ഞു. കെട്ടുനിറ തുടങ്ങുകയാണ് കേട്ടോ. സ്വാമി ഹരിഹര സുതനേ മോഹിനി സുതനേ മോഹന രൂപനേ ആനന വാസനേ കലിയുഗ വരദനേ എഴുന്നൂർത്താനന്ദമൂർത്തിയേ അരയാൽ പരനേ പരഞ്ജ്യോതിയേ വിലാസനാഥനേ മൂല ഗണപതി ഭഗവാനേ വിമാന സുബ്രഹ്മണ്യ സ്വാമിയേ ശ്രീ ഗുരുവായൂരപ്പനേ പ്രയാറപ്പനേ ചെങ്ങല്ലൂരമ്മേ ജാനിക്കര ഭഗവതിയേ ആളിയപ്പുറത്തമ്മ ലോകമാതാവേ സ്വാമി ചെങ്കോവിലാണ്ടവനേ അജങ്കാവിലയ്യനേ കത്തൂർപ്പുഴ ബാലനേ സ്വാമി 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 അക്ഷരാമേശ്വരം പാണ്ഡ്യ മലയാളം അടക്കി വാഴും ഓം ശ്രീ ഹരിഹര സുതനാനന്ദജിത്തനയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ആദ്യം തന്നെ ചക്കിൻ്റെ കെട്ടാണ് നിറയ്ക്കുന്നത്. കന്നിസ്വാമികളാണ് ആദ്യം കെട്ട് നിറയ്ക്കുക കേട്ടോ. അപ്പോൾ ചെറുത് ചക്കി ആയതുകൊണ്ട് ചക്കിനെ കെട്ട് ഇറക്കിയാണ്. അയ്യപ്പോ പള്ളിക്കെട്ട് നമ്മുടെ യാത്ര നമ്മുടെ യാത്ര ആരെ കാണാൻ പള്ളിക്കെട്ട് പള്ളിക്കെട്ട് നമ്മുടെ യാത്ര നമ്മുടെ യാത്ര അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ 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 സ്വാമി ശരണ അയ്യപ്പ ശരണ അയ്യപ്പോ അയ്യപ്പോ ഈശ്വരനേ ഭഗവാനേ ഭഗവാനേ നമ്മുടെ യാത്ര നമ്മുടെ യാത്ര ആരെ കാണാൻ ആരെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയപ്പ കാക്കണം ദേവ അയ്യപ്പ കലിയുഗ വരദ അയ്യപ്പ ഗുരുനാഥ അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ ദേവനേ ദേവനേ ഈശ്വരനേ ഈശ്വരനേ ഈശ്വരനേ
സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം ശരണം കണ്ടു കണ്ടു മക്കളെ കെട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സായിമാർ ഓരോരുത്തരായിട്ട് കെട്ട് നിറയ്ക്കുന്നുണ്ട്. അത് ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോയിൽ ആഡ് ആക്കിയിട്ടില്ല, കാരണം കെട്ട് നിറയ്ക്കാൻ തന്നെ കുറച്ച് സമയം പിടിക്കും ഓരോ കെട്ട് നിറച്ച് വരാൻ. അപ്പം അത് ഫുള്ള് ഞാൻ ഓരോന്നായിട്ട് വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്കാണ്. അപ്പം അതുകൊണ്ട് ഓരോരുത്തരെ ഓരോ ഭാഗങ്ങൾ മാത്രം. പിന്നെ അമ്മയ്ക്കൊരു നെയ്ത്തേങ്ങ ഉണ്ടായിരുന്നു, അപ്പം അമ്മ അത് അബീൻ്റെ കെട്ടിലാണ് നിറയ്ക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. മാത്രമേ എക്സ്ട്രാ ഒരു തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കെട്ട് നിറയ്ക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റാണ് എല്ലാവരും നിറച്ച് ലാസ്റ്റാണ് ഏട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു 6 മണിക്ക് തുടങ്ങി 9 മണിയാകുമ്പോഴത്തേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ കെട്ടുന്നറ കഴിഞ്ഞേരം ഞാൻ മക്കളെ രണ്ടുപേർക്കും ഒരു വെള്ളത്തിരിയൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. രണ്ടാളെ ഒഴിഞ്ഞു അത് കത്തിച്ചതിന് ശേഷം ബാക്കി സ്വാമിക്ക് ദക്ഷിണ കൊടുക്കുകയാണ്. നമ്മളൊരിക്കലും കെട്ട് ഇരുമുടി സഞ്ചി അല്ലെങ്കിൽ ഇരുമുടി കെട്ട് തലയിൽ വെച്ചതിന് ശേഷം നമ്മൾ ആരുടെ മുന്നിലും കുമ്പിടരുത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെട്ട് തലയിൽ വെക്കുന്നതിന് മുന്നെയാണ് നമ്മൾ ദക്ഷിണ കൊടുക്കുന്നത്. 2 ഗുരുസ്വാമിക്കുമുള്ള ദക്ഷിണ എല്ലാ സായിമാരും കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ കെട്ടെടുക്കുന്നതും. പിന്നെ തിരിഞ്ഞു നോക്കാതെ വലം വയ്ക്കുക, തേങ്ങ ഉടയ്ക്കുക, പോവുക. അങ്ങനെയാണ് ചടങ്ങ്. മക്കളെ കെട്ട് പിന്നെ തലയിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം ഒന്ന് വെച്ച് കൊടുത്തിട്ട് എടുക്കുകയാണ്. കാരണം കെട്ട് നിറച്ച സ്ഥിതിക്ക് അവരെ തലയിലൊന്ന് വെച്ചിട്ട് എടുക്കുകയാണ്. മോൻ്റെത് പിന്നെ കുറച്ച് നേരം തലയിൽ വെച്ചിട്ട് ഒരാൾ പിടിച്ചു കൊടുക്കുന്നുണ്ട്. മോളത് അപ്പം തന്നെ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഒക്കെ പിടിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. ഈശ്വരനെ ഈശ്വരനെ അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പോ അയ്യപ്പോ സ്വാമി സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവൻ ശരണം ദേവി ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ ദേവനേ ദേവിയേ ദേവനേ ദേവിയേ ഈശ്വരനേ ഈശ്വരിയേ ഈശ്വരനേ ഈശ്വരിയേ ഈശ്വരനേ ഈശ്വരിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവൻ ശരണം ദേവി ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ ദേവനേ ദേവനേ ഈശ്വരനേ. അങ്ങനെ നമ്മൾ ഇറങ്ങിയ കേസ് ഒരു 9 മണി 9:05 ആകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എല്ലാവരും വണ്ടി കയറുന്നതിന് ശേഷം വണ്ടി ഒന്ന് കർപ്പൂരം ഒഴിഞ്ഞ് വിഘ്നങ്ങളൊക്കെ മാറ്റി ഒരു തേങ്ങ ഉടയ്ക്കണം. അപ്പോൾ എല്ലാവരും വണ്ടി കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയതിന് ശേഷം തിരുമേനി ഗുരുസ്വാമിയാണിത് ചെയ്യുക. അപ്പോൾ സ്വാമി അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. കാരണം കെട്ട് നിറച്ചതിന് ശേഷമേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ആദ്യം ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ യാത്ര തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് വാങ്ങിച്ചേക്കുന്നത്. ദോശ, നൂൽപുട്ട്, അങ്ങനെ ലൈറ്റായിട്ടുള്ള ഫുഡാണ് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ ആയതുകൊണ്ട്. കഴിച്ചു കഴിഞ്ഞ് പിന്നെ നേരെ വണ്ടി കയറി. പിന്നെ ചവിട്ടുന്നത് ഗുരുവായൂരാണ്. അതിനിടയിൽ നമ്മൾ വേറെ എവിടെ നിർത്തുന്നില്ല. ഗുരുവായൂർ നല്ല തിരക്കായിരുന്നു, ഞായറാഴ്ചയാണല്ലോ. പിന്നെ മാത്രമല്ല നമ്മൾ ഗുരുവായൂർ ഉള്ളമ്പലത്തിൻ്റെ കയറുന്നില്ല, ചുറ്റമ്പലത്തിൽ കയറി അയ്യപ്പസ്വാമിയും ദേവീനെയും കണ്ട് തൊഴുതിട്ട് ഇറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നൊരു ദിവസം മൊത്തം അവിടെ പോകും. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള അമ്പലങ്ങൾ പിടിക്കേണ്ടതുകൊണ്ട് അവിടെ മാത്രം കയറി ഇറങ്ങി. പിന്നെ വിഷ്ണുമായ സ്വാമി പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്താണ് നമ്മൾ പോകുന്നത് വിഷ്ണുമായ സ്വാമിനെ കാണാൻ. അവിടെയും ഇന്ന് നല്ല തിരക്കാണ്. എന്തോ കളമയത്തും പാട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്വാമിനെ കാണൽ വൈകുന്നേരമാവണം. അപ്പോൾ അത് പറ്റില്ല. നമ്മൾ തൊഴുതതിന് ശേഷം അവിടെ നിന്ന് ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ട് ഇറങ്ങണ്ടായിരുന്നു കേട്ടോ. കാണാൻ മാത്രമുണ്ട് കൈസ് അവിടുത്തെ അമ്പലം. അത് ഈ ഒരു ദിവസം കൊണ്ട് കണ്ടു തീരില്ല. ഇതൊറ്റ സ്ഥലമാണ്, ഇനി കുറേ അമ്പലങ്ങളുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ദിവസം പോകുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അമാവാസി പൂജയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഏട്ടനോട് അവർ ഇങ്ങോട്ടേക്ക് ആ പൂജ
ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ വേണം. പിന്നെ സ്വാമിനൊന്ന് കാണാൻ വേണം. അന്ന് പോയപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിന് വീണ്ടും വരണം. നമ്മൾ തൊഴുത് വരുമ്പോഴേക്കും ഇവരൊക്കെ ഫുഡ് കഴിക്കാനിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കൊടുക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ചെറിയ സദ്യ അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് തൃപ്രയാറ്. അപ്പോൾ തൃപ്രയാറ് പോകുന്നുണ്ട്. അവിടെ ഒന്നും നമുക്ക് നട കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് എണ്ണത്തോണിയാണ് കേസ്, കണ്ടാൽ മനസ്സിലാവുമെന്നറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ എല്ലായിടത്തും കയറി തൊഴുന്നുണ്ട്. സാധാരണ ശബരിമലയ്ക്ക് പോകുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ അമ്പലങ്ങളും മാക്സിമം എല്ലാ അമ്പലങ്ങളും നമ്മൾ കയറിയിട്ടാണ് പോകുന്നത്. കാരണം ഞാനൊന്നും ഇനി ഈ വഴിക്ക് ഇപ്പം അടുത്ത കാലത്തൊന്നും എന്തായാലും പോകില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് കൊടുങ്ങല്ലൂരേക്കാണ്. കൊടുങ്ങല്ലൂർ തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചക്കിമോക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഞാൻ തയ്യാറാക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ അവൾക്ക് കുറുക്കൊക്കെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുറുക്കൊക്കെ തീറ്റിക്കൊടുത്തു. പിന്നെ കുറച്ച് നേരം വണ്ടി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ആലുവ ശിവക്ഷേത്രത്തിലേക്കാണ് ഗൈസ്. അടിപൊളി അമ്പലം ഗൈസ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി ഈ ഒരു അമ്പലം. ഇവിടുത്തെ പ്രകൃതിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ പുഴ, അതുപോലെ തന്നെ ക്ലൈമറ്റ് അപ്പാണെങ്കിൽ നല്ലൊരു മഴയൊക്കെ ചെറിയൊരു മഴ, അങ്ങനത്തെ എന്തോ ഒരു നല്ലൊരു അന്തരീക്ഷം. എനിക്ക് ആ അമ്പലത്തിൽ പോയപ്പോൾ വല്ലാത്തൊരു എന്തോ ഒരു സമാധാനം പോലെ. അങ്ങനെ നമ്മളവിടെ പോയി തൊഴുതു. ഏട്ടൻ നന്ദിയുടെ ചുവട്ടിൽ എന്തോ പറയുന്നുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ ശേഷം ചെക്കനെ വെള്ളത്തിലിറക്കുന്നുണ്ട്. ചെക്കന് വെള്ളം പേടിയുമാണ്, പക്ഷെ കളിക്കാൻ വേണം. വെള്ളത്തിൽ കളി കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഓടി വണ്ടി കയറി. അതിനുശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതും പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് ചില്ലി പൊറോട്ട ആയിരുന്നു, പൊന്നും എടുത്തത് കൊത്തു പൊറോട്ട, പിന്നെ ദോശ, ചിന്നു എടുത്തത് ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, ആദ്യക്കുട്ടൻ ഫ്രൈഡ് റൈസ്, അങ്ങനെ ഓരോരുത്തരും ഓരോ ഐറ്റം. അതുകൊണ്ട് തന്നെ എല്ലാം ടേസ്റ്റ് ചെയ്തു. പക്ഷേ ചില്ലി പൊറോട്ടയൊക്കെ ഭയങ്കര സോസായിട്ട് കുറച്ചൊരു ഇതായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ പോകുന്നത് ചോറ്റാനിക്കരയ്ക്കാണ്. അവിടെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ പുറമെ നിന്നുള്ള ഈ സാധനമുള്ളൂ. മാത്രമല്ല അവിടെ നിന്ന് എന്തോ ഒരു ബാധ ഒഴിപ്പിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. 3 പെൺകുട്ടികൾ ഇങ്ങനെ ഉറയുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് പേട്ട എരുമേലിക്കാണ്. അവിടെ കുറച്ച് അമ്പലങ്ങൾ തൊഴാനുണ്ട്. അപ്പം നമ്മൾ അവിടെയൊക്കെ തൊഴുന്നുണ്ട്. 1 മണി 1:30 കായ ഉണ്ടാവും നമ്മൾ എരുമേലി എത്തുമ്പം. മക്കൾ കന്നിസ്വാമി ആയതുകൊണ്ട് പേട്ടത്തുള്ളിൽ തന്നെ പോകണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ അവിടെ പോയി തൊഴുതു. തേങ്ങ ഉടയ്ക്കാനുണ്ടായിരുന്നു. അപ്പം ഒന്ന് വാവര് പള്ളിയിൽ ഉടച്ചു, ഒന്ന് എരുമേലിയിൽ ഉടച്ചു. അപ്പോൾ ആ തേങ്ങ ഒക്കെ ഉടച്ചു. മക്കൾക്ക് വല്ലാണ്ടൊന്നും പൗഡർ വാരി തേച്ചൊന്നും കൊടുക്കുന്നില്ല. ആദ്യക്കുട്ടൻ ശബരിമലയ്ക്ക് വരുന്നത് തന്നെ മെയിൻ ഉദ്ദേശം ഇതാണ്. ആദ്യക്കുട്ടന് മൂട്ടമാമൻ ശബരിമലയ്ക്ക് പോയിട്ട് ഈ പേട്ട തുള്ളുന്ന കണ്ടതിന് ശിവന്റെ ഇതിൽ ശബരിമലയ്ക്ക് പോകുന്നത് ഇതിനാണ്. അപ്പോൾ ഇതിനൊരു പേരിട്ടിരിക്കുന്നത് സാമി തിന്തക്കത്തോത്തോ. അപ്പോൾ ഓൻ്റെ ഇതിൽ ശബരിമലയ്ക്ക് പോകുന്നത് സാമി തിന്തക്കത്തോത്തോ കളിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഈ ഒരു പരിപാടി ചെയ്തത്. അങ്ങനെ ഞങ്ങൾ തൊഴുതേരം അവൻ്റെ മേലൊക്കെ ഈ സാധനങ്ങളൊക്കെ കെട്ടിക്കൊടുത്തു. ശരിക്കും കന്നിസ്വാമി ഇത് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അയ്യപ്പസ്വാമി മഹാശി സംഹാരം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സന്തോഷത്തിന് ആൾക്കാർ ഡാൻസൊക്കെ കളിച്ചു പോയി എന്നെങ്ങാനുമാണ് ഇത് ഐതിഹ്യം. അപ്പോൾ ഇവനും അതുപോലെ തന്നെ തുള്ളിപ്പോകുന്നുണ്ട് കൈസ്. ഞാൻ വിചാരിച്ചു ഇവനെ ആൾക്കാരെ കാണുമ്പോൾ തുള്ളൂല, കളിക്കൂല എന്നൊക്കെ. പക്ഷെ അങ്ങനത്തെ ഒരു ഇതുമില്ല. നല്ല ഉഷാറായിട്ട് തുള്ളി കളിക്കുന്നുണ്ട്. ബാക്കി ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇത് മാത്രമായിട്ട് കാണാത്തവരൊക്കെ കാണണം കേട്ടോ. ചക്കിമോൾ ഉറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഈ സാധനം ചെയ്ത് കൊടുക്കുന്നില്ല. ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് കന്നിസ്വാമി ആണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം. അതും ശരവും. ഈ ശരം പിന്നെ നമ്മൾ സന്നിധാനത്തേക്ക് പോകുമ്പോൾ ശരം കുത്തിയാലാണ് കൊണ്ട് കുത്തുന്നത് കേട്ടോ. ഇതൊക്കെ തെറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വാവരപ്പള്ളി കയറി തൊഴുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളോട്ടേക്ക് ഇപ്പോൾ കയറാൻ പറ്റുന്നില്ല. ഉള്ളിൽ ഓപ്പൺ അല്ല തോന്നുന്നു. നമ്മൾ പുറത്തുനിന്നാണ് തൊഴുതത്.
ഓനെന്താ ഇത്? അങ്ങനെ നമ്മൾ പേട്ട മേലെന്ന് തുള്ളി താഴത്തമ്പലം വരെ തുള്ളി വന്നു. പിന്നെ ഇവിടെ നിന്ന് ശരിക്കും ഈ കല്ല് വെച്ച സാധനമൊക്കെ അവിടെ തൂക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ തൂക്കിയിട്ടില്ല കേസ്, ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ആരോ ഒരാൾ ചെയ്ത് കണ്ടിട്ട് ബാക്കി എല്ലാവരും അതുപോലെ ചെയ്യുന്നതാണ്. അവിടെ വെക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു തേങ്ങ ഉടയ്ക്കാനുണ്ടായിരുന്നു വലിയമേലിയിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ. അപ്പോൾ ആ തേങ്ങ ഏട്ട ഒഴിഞ്ഞ് ഉടയ്ക്കുന്നുണ്ട്. ആദ്യക്കുട്ടനെ ഞാൻ എന്തായാലും എത്തില്ല, അപ്പോൾ അതുകൊണ്ട് അവനെ കൊണ്ട് ഉടപ്പിക്കുന്നില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം അവിടെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്റ്റുഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഫുൾ ടൈം ഓപ്പൺ ആട്ടോ. 1 മണി 2 മണിക്കായിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ബാക്കി നമ്മൾ KSRTC കയറി, നിലയ്ക്കലിൽ നിന്ന് KSRTC കയറിയിട്ട് പമ്പയിലോട്ട് പോവാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തത് അപ്ലോഡ് ആക്കാം. ഇപ്പം തന്നെ വീഡിയോയുടെ ലെങ്ത്ത് നല്ല കൂടുതലാണ്. മാത്രമല്ല 4 മണിയായി. അപ്പോൾ അത് അടുത്ത ഡേ ആക്കിയിട്ട് പുലർച്ചെ മുതൽ കാണിക്കാമെന്ന് വെച്ചു.